മക്കളെ ആദ്യമായി മക്കളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തത് ആരാണ്? പള്ളിയിലെ ഉസ്താദാണോ? മുദരിസിങ്ങളാണോ? ഏതെങ്കിലും ഉസ്താദാണോ? കമ്മിറ്റിക്കാരാണോ? മക്കളുടെ കയ്യിൽ രണ്ടാമത്തെ വയസ്സുള്ള 1-ാം വയസ്സുള്ള 6 മാസം പ്രായമായ മക്കളുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്തത് ആരാണ്? പാപ്പല്ലേ? ഉമ്മല്ലേ? തിന്നുന്നില്ല മക്കൾ. എന്റെ മോനെ, അയ്യോ എത്ര ദിവസം എന്നറിയോ തിന്നിട്ട്, ഒന്ന് തിന്ന മോനെ. അവസാനം ഈ പയ്യന്റെ ഈ മോന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങാൻ ഈ വാപ്പായും ഉമ്മായും ഹത്ത ഓതിയാലും നടക്കൂല. ഒരു ഗതിയില്ല, അല്ലാതെ ഗതിയില്ല. കൊടുക്കരുത്, ഗതിയുണ്ട്. ഞാൻ പഠിപ്പിച്ചാൽ എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. വല്ലാഹി ഞാൻ ഒരു സമയം പണ്ട് നമ്മൾ TV കണ്ടിട്ടില്ലേ? അപ്പൊ മക്കൾക്കും ആഗ്രഹം തോന്നില്ല. കണ്ടിട്ടില്ലേ? മന്നാനി കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാ വലിയ നുണ പറയുന്നത്. നമ്മുടെ ചെറുപ്പത്തിൽ കാലം എത്ര സിനിമ ഉണ്ട് അള്ളാഹുവിനെ മാത്രം അറിയാം. ചെറുപ്പത്തിലേ 10 വയസ്സിന് മുമ്പുള്ള കാര്യം. ഞാൻ 10ാമത്തെ വയസ്സിലാണ് പോയത്. കണ്ടിട്ടുണ്ട്, ഇല്ലാന്ന് പറയണ്ട. കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിള്ളേരും കാണാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ കാലമല്ലേ? ജീവിതത്തിൽ ഒരു ദിവസം 20 മിനിറ്റ് കാണിക്കണം മൊബൈൽ, നല്ല കാര്യങ്ങൾ കാണിക്കണം. ഇത് 24 മണിക്കൂറും പക്ഷെ അപ്പൊ അവസാനം പിള്ളേർ കഴിക്കാതെ എനിക്ക് മൊബൈലിലേയും കഴിക്കാൻ പറ്റൂല എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയില്ലേ? അങ്ങനെയായി. നമ്മൾ കൊടുത്തു, സാഹചര്യം കൊടുത്തു. നിങ്ങൾക്ക് ഈ അടുത്ത് ഞാൻ ചങ്ങനാശ്ശേരി പുതുർപ്പള്ളിയിൽ ജുമാസ്കരിക്കാൻ കയറി. അപ്പൊ അവിടുത്തെ ഇമാമ് പ്രസംഗം കഴിഞ്ഞിട്ട് ലിസ്റ്റ് വായിച്ചിട്ട് കൂട്ടത്തില് ഒരു പൊന്നുമോന്റെ നാക്ക് താന്നുപോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു, ഓപ്പറേഷന് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ഒരു വാപ്പ ഇപ്പൊ എന്റെ ജുമായ്ക്ക് മുമ്പ് റൂമിൽ വന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഉസ്താദ് പറയാണ്, ഷമീസ് ഖാൻ നാഫിയാണ് അന്നത്തെ ഖത്തീബ്. ആ ഉസ്താദ് പറയാണ്, എന്താണെന്നറിയാം? വാപ്പ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മകൻ ഫോണിന് അഡിക്റ്റായിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ട്, കൊച്ചു കുഞ്ഞാണ്, താന്നുപോയി, 6 വയസ്സ് പ്രായം, ഒട്ടും സംസാരിക്കുന്നില്ല, നാക്ക് താന്നുപോയി, ഞരമ്പിന് എന്തോ ഒരു ബ്ലോക്ക് സംഭവിച്ചു, അതിൻ്റെ ഓപ്പറേഷന് കയറ്റിയിരിക്കുകയാണ്. ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊടുത്ത് ശീലിപ്പിച്ചാരാ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ബനു ഇസ്രായേൽ നശിക്കാൻ കാരണം എന്താ? ബനു ഇസ്രായേൽ നശിക്കാൻ കാരണം എന്താ? ബനു ഇസ്രായേലികൾ നശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബനു ഇസ്രായേൽ നശിക്കാൻ കാരണം എന്തറിയോ? ഞാൻ പറയാം. ഈ കുട്ടികൾ നശിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാവോ? മൊബൈലും അല്ല. മക്കൾ നശിക്കാൻ കാരണം ഒന്നാമത്തെ കാരണം എന്തറിയാവോ? സുഖ സൗകര്യങ്ങൾ കൂടിയത് കൊണ്ടാണ്. അല്ലേ നിസാർ ഉറക്കം വരുന്ന സുഖ സൗകര്യം കൂടിയോണ്ടാണ്. ഞാനോ അനുഭവിച്ച ഒരുപാട് പ്രയാസം, കണ്ണുനീരും. എന്റെ മക്കൾ അനുഭവിക്കരുത്. തിന്ന മോനെ എന്നാ കുഴിമന്തി അല്ലേ? നമ്മള് ജീവിതത്തിൽ ദാരിദ്ര്യമാണ്, പ്രാരാബ്ദമാണ്, ഇടാനൊന്നുമില്ല. എന്റെ മക്കൾ അത് അനുഭവിക്കരുത്. ഞാൻ പറഞ്ഞല്ല, അള്ളാന്റെ റസൂൽ പറഞ്ഞ അള്ളാനെ തന്നെയാണ് സത്യം. നിങ്ങളിൽ ഞാൻ ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല. ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരാള് ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കഴിയും, ദുആ ചെയ്യാം. അവന്റെ ദാരിദ്ര്യം ഞാൻ ഇപ്പൊ മാറ്റി കൊടുക്കാം. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്നെന്താ കഴിച്ച? മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇന്നത്തെ ദിവസം പട്ടിണി കാരണം, ദാരിദ്ര്യം മൂലം ഒരാളെങ്കിലും പട്ടിണി കിടന്ന് തേങ്ങിക്കരഞ്ഞ ഒരാളുണ്ട് ഈ സദസ്സിൽ? ഇല്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഞാൻ ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല. പിന്നെ ഞാൻ ഭയപ്പെടുന്നത് എന്തെന്നറിയോ? ദുനിയാവിന്റെ വിശാലത, സൗകര്യങ്ങൾ കൂടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ സൗകര്യങ്ങൾ കൂടിയത് കൊണ്ടാണ് ബനു ഇസ്രായേൽ അല്ലാഹ് നശിപ്പിച്ചത്. ബനു ഇസ്രായേലിലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അവരുടെ തനതായ ചെരുപ്പ് മാറ്റിയിട്ട് ഹീലുള്ള ചെരുപ്പുണ്ടാക്കി, തടി കൊണ്ട് ഹീല് പണിതു. എന്നിട്ട് തടിപ്പുറത്ത് ഇങ്ങനെ കുതിര നിൽക്കുന്ന പോലെ നിന്നു. ഈ പെണ്ണുങ്ങൾ കയ്യിൽ ഒരു മോതിരവളയം ഉണ്ടാക്കി, മോതിരത്തിന്റെ അകത്ത് അത്ര നിറച്ചു. പള്ളിയുടെ മുമ്പിലും ജനങ്ങൾ കൂടുന്ന സ്ഥലത്തും പോയിട്ട് കൈയിട്ട് വിരലിട്ടിങ്ങനെ ആട്ടും. ഈ മണം അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു കോന്തൻ അതിൽ വീഴും. ആ പെണ്ണിനെയും കൊണ്ട് പോക്കാൻ. ഇങ്ങനെയാണ് ബനു ഇസ്രായേലിനെ ഞാൻ നശിപ്പിച്ചത് എന്ന് മുത്തുൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹദീസാണ്. നോക്കണം, ഒരു ഹീലുള്ള ചെരുപ്പിട്ടതിന്റെ പേരിൽ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചു എങ്കിൽ ഇതിന്റെ പേരിൽ പിന്നെ പറയാനുണ്ടോ? പറ. അതുകൊണ്ട് ഉത്തരവാദി മാതാപിതാക്കളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് വലിയൊരു വിശാല, ഞാൻ നിർത്തുകയാണ്. വലിയൊരു വിഷയമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു അതാ ഞാൻ പറയും, ഇനിയിപ്പോൾ നന്നാക്കാൻ നോക്കി നടക്കൂല. അത്തിപ്പറ്റ ഉസ്താദ് വലിയ മഹാനായിരുന്നല്ലോ സമസ്തയുടെ. അത്തിപ്പറ്റ ഉസ്താദ് പറയുന്നതറിയോ? മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ 2 തവക്കുൽ ചെയ്യണമെന്ന് അള്ളാഹിനോട്.
സാധാ തവക്കലല്ല, ഇരട്ടി തവക്കൽ. കാര്യം നമ്മൾ വടിയായിട്ടിടണം, മക്കൾ നന്നാവുമൊന്നുമില്ല. മക്കളെ അള്ള തന്നെ റൂട്ടിൽ കയറ്റണം, ട്രാക്കിൽ കയറ്റണം, അള്ള തന്നെ തിരിക്കണം, അല്ലാതെ തിരിയൂല. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ പറയട്ടെ. അതുകൊണ്ട് അള്ളാഹു മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. അതുകൊണ്ട് ഖബറിൽ നിങ്ങൾ രക്ഷപ്പെടണം, ഞാൻ രക്ഷപ്പെടണം, എൻ്റെ മക്കൾ സാലിഹാകണം, എൻ്റെ മക്കൾ സാലിഹത്താകണം. ഖബറിൽ ഉപകരിക്കും, മക്കൾ ഉപകരിക്കും, മക്കളുടെ ദുആ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ഖബർ, ആ ജീവിതം അള്ളാഹു നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാണ്? ഖബറിലേക്ക് വേണ്ടിയിട്ടാണ്. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ, മൈനറിയതീമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. അള്ളാഹു തഴവസ്ഥാന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ ഈ പാട്ടും ശ്രദ്ധിച്ചോ? എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ ഇപ്പൊ പറയാം, ഇപ്പൊ ഉണ്ടായ അനുഭവം. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ, മൈനറിയതീമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. നമുക്ക് ചുംബനം തന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടും, മയ്യത്ത് കൊണ്ടുപോകും. അടുത്ത ദിവസം 40 ദിവസം 3 മാസം അല്ലെ 4 മാസം യുദ്ധം കഴിയുമ്പോഴത്തേന് അവൾ ആരുടെ മെത്തയില? എന്റെ കുടുംബത്തിൽ ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞു, ഖൈർ തന്നെ, അടുത്ത ആൾ നമ്മൾ കെട്ടിക്കണം. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, വേറെ ഒന്നും കൊണ്ടല്ല. മനുഷ്യന്റെ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വിവാഹം കഴിഞ്ഞു, കെട്ടിയോ മരിച്ചുപോയി, മരിച്ചിട്ട് 1.5 വർഷം 2 വർഷം ആവുന്നു, വേറെ കെട്ടിച്ചു. ഓർക്കേണ്ടതാണ്, ആ വേറെ കെട്ടിച്ച രണ്ടാമത്തെ ഭർത്താവിനോട് ചാറ്റ് ചെയ്യുന്നത് എവിടെ ഇരുന്ന് അറിയാവോ? ആദ്യത്തെ ഭർത്താവിന്റെ വീട്ടിലിരുന്ന്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയതാണ്. മനുഷ്യൻ നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണല്ലോ. ആദ്യത്തെ ഭർത്താവിന്റെ വീട്ടിലിരുന്നിട്ടാണ് രണ്ടാമത്തെ ഭർത്താവിനെ വിളിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും എല്ലാം. ഇത്രയേ ഉള്ളൂ. അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. തഴവസ്ഥാന്റെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങള് ഖബർസ്ഥാനിലേക്ക് പോയിട്ട് ആ ഖബറാളികളോട് പ്രസംഗിക്കുമായിരുന്നു. അല്ലയോ ഖബറാളികളെ, ഖബറാളികളെ, നിങ്ങൾക്ക് സുഖമാണോ? എന്ത് ശാന്തമാണ്, എത്ര തന്റേടികൾ അവിടെ കിടക്കുന്നത്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, എന്തൊക്കെ ധിക്കാരമായിരുന്നു, പൊതുയോഗത്തിന് എന്തൊരു ബഹളമായിരുന്നു, പള്ളി കയറി അടിയായിരുന്നു, ഉസ്താമാരെ ദാടി പിടിക്കുമായിരുന്നു, കമ്മിറ്റി ഓഫീസിൽ കയറി അടിക്കുന്നവന്മാരുണ്ട്, എല്ലാം അവിടെ കിടക്കുമല്ലേ. സാലിഹ്യങ്ങളുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്, എന്തൊക്കെയായിരുന്നു. കിടക്കുന്ന കിടകടാപ്പുണ്ടോ? അലി റളിയല്ലാഹു തആല അൻഹു ഖബർസ്ഥാനിൽ പോയിട്ട് പ്രസംഗിക്കും. إن أموالكم قد قسمت وإن أزواجكم قد تزوجت وإن بيوتكم قد سكنت هذا خبر ما عندنا. തീർച്ചയായിട്ടും നിന്റെ ഭാര്യ മറ്റൊരാളുടെ ഭാര്യയായിട്ടോ, നിന്റെ മക്കളെല്ലാം നിന്റെ സമ്പത്ത് വിഹിതം വെച്ചോ, നീ ഉണ്ടാക്കിയ വീട്ടിൽ മറ്റു പലരാണ് താമസിക്കുന്നത്. ഇവിടെ ദുനിയാവിലെ വാർത്ത ഇതാണ് ഖബറാളികളെ. അവിടുത്തെ വാർത്തയൊന്ന് പറയുമോ ഖബറാളികളെ? അലി റളിയല്ലാഹു തആല പോയി പ്രസംഗിക്കും. എന്തൊരു അർത്ഥവത്തായ വാക്കാന്ന് നോക്കിയേ. നിന്റെ ഭാര്യ വേറൊരുത്തിന്റെ ഭാര്യയാടാ, ഖബറിന്റെ ചാരത്ത് വിട്ട്. നിന്റെ മക്കൾ അടി പിടിച്ചുണ്ടാക്കി വിഹിതമൊക്കെ എടുത്തോണ്ട് പോയി. നീ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ, അവിടെ വേറെ പലരാണ് താമസിക്കുന്നത്. നിന്റെ ഭാര്യ എന്നെ വേറെ ഒരാളെ കെട്ടിയിട്ട് അവിടെ താമസിക്കുവാടാ. ഇവിടുത്തെ വാർത്ത ഇതാണ്. നിങ്ങളുടെ വാർത്ത ഒന്ന് പറഞ്ഞു തരുമോ? വല്ലതും പറയാൻ പറ്റുമോ? പുറത്തോട്ട് പറഞ്ഞാൽ കേൾക്കൂ. അതുകൊണ്ട് അവിടെ ഉപകരിക്കണം, മക്കൾ ഉപകരിക്കും, പൈസ ഉപകരിക്കും, സദക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകരിക്കും, ഹുദൈബിയയ്ക്ക് മാസം ഒരു കൊടുത്തിട്ടുണ്ടോ? ഉപകരിക്കും.
സാധുക്കളെ സഹായിച്ചിട്ടുണ്ടോ? ഉപകരിക്കും. കിണർ വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഉപകരിക്കും. പള്ളി വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഹിഫ്ള് കോളേജ് പണിയാൻ കൊടുത്തിട്ടുണ്ടോ? ഉപകരിക്കും. ഇതൊക്കെ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറാണ് എത്രയോ ഭയാനകരമായ നിറഞ്ഞ വീടുകൾ കണ്ട ഞാനാണ്. നരകം കണ്ട ഹബീബായ തങ്ങൾ പറയുകയാണ്, യാ ഖബർ പോലത്തൊരു ഭയാനകരമായ വീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഖബർ പോലത്തെ ഒരു ഭയാനകരമായ വീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നരകം കണ്ട നബി പറയാണ്, മാ റഅയ്തു മൻളറൻ ഇല്ലാ വൽ ഖബറു അഫ്ളഹു മിൻഹു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഖബർ പോലത്തെ ഭയാനകരമായ വീട്, ആ ഭയാനകരമായ വീട് പോലെ മറ്റൊരു വീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഖബറിന്റെ ചാരത്തൂടെ പോവാണ്. ഖബറിന്റെ ചാരത്തൂടെ പോകുമ്പം വലിയ നിലവിളിയാണ്, അൽ-അമാൻ 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 യാ റസൂലല്ലാഹ് അന്നാറു മിൻ ഫൗഖി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി. നബിയെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാലും നബിയെ, എൻ്റെ മുകളിലൂടെ തീ വരുന്ന നബിയെ, എൻ്റെ വലതുഭാഗത്തൂടെ തീ ഇരച്ചു കയറുന്ന നബിയെ, എൻ്റെ ഇടതുഭാഗത്തൂടെ തീ വരുന്ന നബിയെ, ഒന്ന് രക്ഷപ്പെടുത്തു നബിയെ, ഒന്ന് രക്ഷപ്പെടുത്തു നബിയെ. ഖബർ ശബ്ദം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ മനുഷ്യന്റെ കുടുംബക്കാരെ ജീവിച്ചിരിക്കുന്നത്? ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മായെ വിളിച്ചു വരുത്തി. ഉമ്മ പറഞ്ഞു, മകനുമായിട്ട് എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ഒരു ദിവസം മദ്യപിച്ചിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നു. മദ്യപിച്ചിട്ട് ഞാൻ അവന് ഭക്ഷണം വിളമ്പി വെച്ചപ്പോ അവൻ എൻ്റെ കൈ ചവിട്ടി രണ്ടാക്കി ഒടിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു ശാപം ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് നബിയെ, എതിരെ ദുആ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുറത്തോട് ഉമ്മ, നിങ്ങളൊന്ന് പോ, ആ ഖബറിലേക്ക് ചെവി ഒന്ന് വെച്ചു നോക്ക്. അന്നാറു മിൻ ഫൗഖി അന്നാറു അൻ യമീനി അന്നാറു അൻ ശിമാലി. വിളി കേക്ക്, കേട്ടു നോക്ക്, മകന്റെ അട്ടഹാസം കേൾക്ക്. അവസാനം ആ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തപ്പോൾ ഖബറിൽ രക്ഷപ്പെട്ടു. ഇത് വലിയൊരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ, ഖൈർ നൽകട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തെ ഹുദൈബിയ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. സാധുക്കളായ സാലിഹീങ്ങളായ ഗൾഫിലുള്ള ഒരുപാട് പേര്, വിദേശത്ത് സ്വദേശത്തുള്ളവർ, ഉസ്താദന്മാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിൽ ഒരുപാട് നാളുകളായി ഇതിനു വേണ്ടിയിട്ട് ഓട്ടമാണ്. ഉസ്താദന്മാർ, ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളൊക്കെ ഒരുപാട് പരിശ്രമത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരിശ്രമം ഒന്നും പാഴാവൂല, അത് വിജയിപ്പിക്കട്ടെ. ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അല്ലാഹു ഈ സ്ഥാപനത്തെ ഉയർത്തട്ടെ, ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തട്ടെ. ഇതിനുവേണ്ടി ആരൊക്കെ സഹായിക്കുന്നു, സഹായിച്ചുകൊണ്ടിരിക്കുന്നു, അവരെയൊക്കെ അള്ളാഹു ഖൈറിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ആമീൻ. ആമീൻ പറ നല്ല മക്കളെ. കാര്യം ആരെങ്കിലുമൊക്കെ ആമീൻ പറയാൻ വേണ്ടിയിട്ടാണല്ലോ അവർ സംഭാവന ചെയ്യുന്നത്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ പ്രഭാഷണം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളത്തെ പരിപാടി ഇനിയുണ്ടല്ലോ. നിങ്ങളെല്ലാം അടുത്തിരിക്കുകയാണ്. ഇന്നലെ മെനഞ്ഞാന്ന് ഇന്നൊക്കെ പകലും ഒത്തു ഇരുന്നു. ഇനി രാത്രി ഇരിക്കണമെന്ന് പറയുന്നത് മോശം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ അള്ളാഹു തരട്ടെ. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദിൻ്റെ ദറജ അള്ളാഹു പദവി ഉയർത്തി കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആ ഉസ്താദിൻ്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മുടെയും ജീവിതം അള്ളാഹു നന്നാക്കി തരട്ടെ. ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നാഫിയായ ഇൽമു തന്ന് അനുഗ്രഹിക്കട്ടെ. അൽ ഖത്ലു ഫീ സബീലില്ലാഹ് യുകഫിറു കുല്ല ശൈഇൻ ഇല്ല ദൈൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരെ, ഷഹീദന്മാരെ, യുകഫിറു കുല്ല ശൈഇൻ ഇല്ല ദൈൻ. ഖബറിലെ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കുകയാ, ആഖിറത്തിലെ എല്ലാ പാപങ്ങളും മാപ്പാക്കുകയാ. പക്ഷേ ഇല്ല ദൈൻ, കടം ഒഴികെ. കടക്കാരനെ നാളെ പിടിച്ചു നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് മദീന പള്ളിയുടെ ചാരത്തേക്ക് ഒരു മയ്യത്തുമായി സഹാബാക്കൾ വരികയാണ്. യാ റസൂലല്ലാഹ് സല്ലി അലൈഹാ യാ ഹബീബല്ലാഹ്. നബിയേ, ഈ മയ്യത്ത് നമസ്കാരത്തിനൊന്ന് നേതൃത്വം നൽകണേ നബിയേ. അള്ളാന്റെ റസൂൽ ചോദിച്ചോ, ഹൽ അലൈഹി ദൈനു യാ സഹാബ, ഈ മയ്യത്ത് കടക്കാരനാണോ നബിയേ? ഈ മയ്യത്ത് കടക്കാരനാണോ സഹാബത്തേ? ലാ യാ റസൂലല്ലാഹ്, അല്ല നബിയേ, കടക്കാരനല്ല നബിയേ. ഫസല്ലാ, അള്ളാന്റെ റസൂൽ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. സുമ്മ ഉതിയ ബിജനാസത്തിൻ ഉഖറാ, രണ്ടാമത് മയ്യത്തുമായിട്ട് അള്ളാന്റെ റസൂലിന്റെ സമിതത്തിലേക്ക് സഹാബയെ കിറാം വരികയാണ്. യാ റസൂലല്ലാഹ് സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, നബിയേ ഒന്ന് മയ്യത്ത് നമസ്കരിക്കണേ നബിയേ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഹൽ അലൈഹി ദൈനു യാ സഹാബ, ഈ മയ്യത്ത് കടക്കാരനാണോ യാ സഹാബ? അതെ നബിയേ, 3 ദിനാർ കടക്കാരനാണ് നബിയേ. അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ്, 3 ദിനാർ കടം വീട്ടാൻ ഈ മയ്യത്തിന് ഭൂസ്വത്തുണ്ടോ, സ്വത്ത് വകകളുണ്ടോ? അതേ നബിയേ, ഉണ്ട് നബിയേ. അള്ളാന്റെ റസൂൽ ഫസല്ലാ അലൈഹി, ആ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. മൂന്നാമത് സുമ്മ ഉതിയ ബിജനാസത്തിൻ ഉഖറാ, മൂന്നാമതൊരു മയ്യത്തുമായിട്ടതാ സഹാബാക്കൾ അള്ളാന്റെ റസൂലിനെ സമീപിക്കുകയാണ്. നബിയേ സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, ഒന്ന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകണേ നബിയേ. ഹബീബായ തങ്ങൾ ചോദിച്ചു, ഈ മയ്യത്ത് കടക്കാരനാണോ സഹാബത്തേ? അതേ നബിയേ, 3 ദിനാർ കടക്കാരനാണ് നബിയേ. ആ മയ്യത്തിന്റെ കടബാധ്യത വീട്ടാൻ ആ സഹാബിക്ക് ഭൂസ്വത്തുണ്ടോ, സ്വത്തുവകകൾ ഉപേക്ഷിച്ചിട്ടാണോ പോയത്? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, പാവപ്പെട്ട ദരിദ്രനായ സഹാബിയാണ് നബിയേ. സല്ലു അലാ സാഹിബിക്കും, ഹബീബായ തങ്ങൾ കടക്കാരന്റെ മയ്യത്ത് നമസ്കരിച്ചില്ല. മെല്ലെ പുറകോട്ട് മാറിയിട്ട് പറയുന്നു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന്റെ സഹോദരന്റെ മയ്യത്ത് നിങ്ങൾ തന്നെ നമസ്കരിച്ചോ. മയ്യത്ത് കടക്കാരന്റെ മയ്യത്ത് നമസ്കരിക്കാൻ എനിക്ക് അനുവാദമില്ല സാബത്തെ. ഹബീബായ തങ്ങൾ പിന്മാറുകയാണ്. ഉടനെ ഖത്താദ റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഞാൻ വീട്ടാം നബിയേ, ആ കടക്കാരന്റെ കടം ഞാൻ വീട്ടാൻ നബിയേ, അങ്ങ് മയ്യത്ത് നമസ്കരിക്കണേ നബിയേ. അള്ളാന്റെ റസൂൽ ഫസല്ലാ അലൈഹി നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. പിറ്റേ ദിവസം മദീന പള്ളിയിൽ ഹബീബായ തങ്ങൾ വിശ്രമിക്കുമ്പോ ഖത്താദ റളിയല്ലാഹു തആല അൻഹു വരികയാണ്. ആ ഖത്താദയോട് ഹബീബായ തങ്ങൾ ചോദിച്ചു, ഖത്താദ, ഇന്നലത്തെ മയ്യത്തിന്റെ ബാധ്യത നീ നിറവേറ്റിയോ ഖത്താദ? അല്ലോ, ഞാൻ മറന്നുപോയി നബി, ഇപ്പൊ വീട്ടിക്കൊള്ളാം. ഖത്താദ റളിയല്ലാഹു തആല അൻഹു 3 ദിനാർ കടം വീട്ടാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫൽ ആന ബറദ ജിൽദു, അല്ലയോ ഖത്താദ, ഇപ്പോഴാണ് ആ സഹാബിയെ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇപ്പോഴാണ് ആ തീനാളം തീജാല ഖബറിൽ നിന്ന് ആ മയ്യത്ത് തണുത്തതെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സലാത്തിയല്ലേ സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സലാത്ത് മാത്രമാണെന്ന് നമുക്കാകെയുള്ള സലാത്ത് മാത്രം, സലാത്ത് കൊണ്ടേ ഒരാൾ വളർന്നിട്ടുള്ളൂ. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സലാത്തിന്റെ ലക്ഷ്യം മദീനയാണ്, മദീനയിലെത്തണം. ഇവിടെ ഈ പനമ്പൂരോ തൊളിക്കോടോ അടങ്ങിയിട്ട് ഒരു ഗുണമില്ല. 3-ാം ഫാത്തിഹ വരെ എല്ലാവരും വരും, ഒരു ഗുണവും ഇല്ല. പിന്നെ അടുത്ത ആൾ മരിക്കുമ്പോൾ എല്ലാവരും വന്ന് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വരും, വേറെ ആരും കാണൂല. പക്ഷെ മദീനത്തടങ്ങിയാൽ ഓരോ വഖത്തിന് ശേഷം ആയിരക്കണക്കായ ജനങ്ങൾ മദീന ജന്നത്തുൽ ബഖയിലേക്ക് ഇടിച്ചു കയറിയിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ ഉണ്ടല്ലോ, അതെല്ലാം ദുആ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മദീനയിൽ അടങ്ങാൻ തൗഫീഖ് തരട്ടെ. മരണം ആസന്നമാകുമ്പോൾ മദീനയിൽ അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിക്കട്ടെ, മദീനയിൽ അള്ളാഹു എത്തിക്കട്ടെ. ഈ ഇടയ്ക്കിടയ്ക്ക് ആമീൻ പറയിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു മുത്തല്ലിമിൻ്റെ ഒരു സാലിഹായ മനുഷ്യന്റെ ആമീൻ സ്വീകരിച്ച നമ്മളെല്ലാം അതിൽ ഉൾപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സലാത്ത് മുറക്കരുത് കേട്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്,
സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അതുകൊണ്ട് കടം അല്ലാഹു വീട്ടി തരട്ടെ. ആ മയ്യത്തിനെ നമ്മൾ എടുത്തിട്ട് വീണ്ടും പള്ളിക്കാട്ടിൽ കൊണ്ടിടുമ്പോ ഖബറടക്കി എല്ലാവരും മറയുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കവും, ഈ മണ്ണിൽ നിന്ന് നാളെ ഒരു ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന ആയത്ത് ഓതിയിട്ട് എല്ലാവരും മണ്ണെറിഞ്ഞിട്ട് പോകുമേ. പിന്നെ ആ ഖബറിൽ നിങ്ങൾക്ക് താങ്ങായി തണലായി ഒരുപാട് പേരെ മുത്ത് മുഹമ്മദ് മുസ്തഫ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ മക്കളെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് ഞാൻ വിഷയം പറയാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാരെ കുറിച്ച് നബി തങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയുന്നു. അതിൽ ഒന്നാരെന്നറിയോ? നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളുടെ ദുആ കിട്ടുമെന്നല്ല, ദുആ ചെയ്യാൻ താല്പര്യമുള്ള സാലിഹായ മക്കളെ ഖബറിൽ കിട്ടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ മക്കളുടെ പേരിൽ ഇനി ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. മുത്തഅല്ലിമീങ്ങളെ ഉള്ളു, പുറകെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ ശ്രദ്ധിക്കണം. നിങ്ങൾ തഹജ്ജുദ് ഉള്ളവരായിരിക്കാം, നിങ്ങൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരായിരിക്കാം, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കാം, സദഖ കൊടുക്കുന്നവരായിരിക്കാം, ഖത്മുകൾ വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പറഞ്ഞ പോലെ തർത്തീലായിട്ട് അങ്ങനെ ഓതുന്നവരായിരിക്കാം, 24 മണിക്കൂറും പള്ളിയിലായിരിക്കാം. മക്കൾ ഒരു നേരം നമസ്കരിക്കാത്തവനാണെങ്കിൽ വല്ലാഹി സത്യം, ഈ വാപ്പ നാളെ നരകത്തിൽ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. കേൾക്കാൻ താല്പര്യമുണ്ടോ? മനസ്സിലായില്ല? വാപ്പ എവിടെയാണ്? 24 മണിക്കൂറും പനവൂർ പള്ളിയിലാണ്, 24 മണിക്കൂർ നമ്മുടെ ഹുദൈബിയയിലാണ്. മക്കള് കഞ്ചാവാണ്, മക്കള് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. മക്കളുടെ വിഷയത്തിൽ അല്പം ഒരു അശ്രദ്ധ വാപ്പാക്ക് സംഭവിച്ചു പോയാൽ 24 മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന വാപ്പ പോകുന്നത് നരകത്തിലേക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുളിഅ മൻ യഖൂൽ. ഒരാള് പാപിയാകാൻ മതിയാകുന്നതാണ് അവന്റെ മക്കളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ അല്പമൊന്ന് ശ്രദ്ധ വന്നു പോയാൽ ആ ഇബാദത്തുള്ള വാപ്പ പാപിയാകാൻ കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഒരൊറ്റ ഹദീസ് മതി മനസ്സിലാക്കാൻ. മക്കളെ നമസ്കരിക്കാൻ പറഞ്ഞു വിടൂല. എന്തിനാണ് ഞങ്ങളിപ്പോ മുത്തഅല്ലിമീങ്ങളെ ഈ ഹിഫ്ളിന് വിട്ടു എന്ന് കരുതിയിട്ട് വാപ്പമാര് ഫഖർ നടിക്കരുത്, ആലിമാക്കി എന്ന് കരുതിയിട്ട് വാപ്പമാര് ഫഖർ നടിക്കരുത്. എന്റെ മകൻ ഹാഫിളോ ആലിമോ എന്ന് പറഞ്ഞിട്ട് ജാട കാണിക്കരുത്. മക്കളുടെ വിഷയത്തിൽ മരണം വരെയും നിങ്ങൾ സുരക്ഷിതരാണ്, ഞാൻ സുരക്ഷിതരാണെന്ന് നിങ്ങൾ കരുതരുത്. കാര്യം 2 സഹാബിമാരുടെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് റജ്ജാൽ റളിയല്ലാഹു അൻഹു, പറയണ്ട, റജ്ജാൽ സഹാബിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് മുത്ത് ഹബീബിന്റെ കൈപിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലുക എന്നുള്ളതാണ്. റജ്ജാല് ഹബീബായ തങ്ങളുടെ ചാരത്തിരുന്ന് ഹിഫ്ള് പഠിച്ചു, ഖുർആൻ മനപ്പാഠമാക്കി, ബനു ഹനീഫ ഗോത്രത്തിലെ ഹാഫിള് ഉസ്താദായി. അവസാനം മുസൈലിമ കള്ളപ്രവാചകൻ വന്നപ്പോൾ മുസൈലിമയെ കൊണ്ട് വിശ്വസിച്ചു, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതുകൊണ്ട് എന്റെ മകൻ ഹാഫിളാണെന്ന് കരുതി ഞാൻ ജാട കാണിക്കണ്ട, എന്റെ മകൻ ആലിമാന്ന് കരുതിയിട്ട് ഞാൻ ജാട കാണിക്കണ്ട. എന്റെ മകൻ ഇൽമിന് പറഞ്ഞു വിട്ടിരിക്കൂ. ഒരാളും മക്കളുടെ വിഷയത്തിൽ ഒരാളും സുരക്ഷിതരല്ല. അത് ഏത് വലിയ പണ്ഡിതനാണെങ്കിലും ശരി, ഏത് സംഘടനാ പ്രവർത്തകനാണെങ്കിലും ശരി, മക്കളുടെ വിഷയത്തിൽ ഞാനും നിങ്ങളും ആരും സുരക്ഷിതരല്ല. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ, സാലിഹത്തുകളാക്കട്ടെ, മക്കളെ ആഖിബത്ത് നന്നാക്കുന്ന മക്കളാക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഗുണം തരുന്ന മക്കളാക്കട്ടെ.